തന്നെ കാണാൻ കൊടുമുടിയുടെ മുകളിലെത്തിയ യുവാവിനോട് ഗുരു ചോദിച്ചു, നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് നയിച്ചത്? യുവാവ് പറഞ്ഞു, ഒരു നായയാണ് എന്നെ ഇങ്ങോട്ടെത്തിച്ചത്. ഗുരു ചോദിച്ചു, അതെങ്ങനെ? അവൻ പറഞ്ഞു, യാത്ര തുടങ്ങിയിടത്ത് ദാഹിച്ചു വലഞ്ഞ് നദീതീരത്ത് നിൽക്കുന്ന ഒരു നായയെ കണ്ടു. ഓരോ തവണയും വെള്ളത്തിലേക്ക് നോക്കുമ്പോഴും തൻ്റെ രൂപം കണ്ട് അത് പേടിച്ചു. വെള്ളത്തിലുള്ള നായ തന്നെ ആക്രമിക്കുമെന്ന് അത് കരുതി. അവസാനം ദാഹം സഹിക്കാതെ അത് വെള്ളത്തിലേക്ക് തലയിട്ടു. അപ്പോൾ മറ്റേ നായ അപ്രത്യക്ഷമായി. വെള്ളത്തിനും തനിക്കുമിടയിലുള്ള പ്രതിബന്ധം താൻ തന്നെയായിരുന്നുവെന്ന് നായ്ക്ക് മനസ്സിലായി. എനിക്കും. പുറമേ നിന്നുള്ള ഒന്നിനും ഒരാളെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷിയില്ല. ഉള്ളിലുള്ള ഭയമാണ് പുറം തടസ്സങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ളവർ അവനവനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ചില കാരണങ്ങൾ കണ്ടെത്തും. അവയെല്ലാം പരിസരത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ആൾക്കൂട്ടത്തെക്കുറിച്ചുമായിരിക്കും. അത്തരം ന്യായീകരണങ്ങളെ മറികടക്കണമെങ്കിൽ ഒന്നുകിൽ സ്വയം പ്രചോദനമുണ്ടാകണം, അല്ലെങ്കിൽ നിവൃത്തികേടുണ്ടാകണം. മറ്റൊരു മാർഗവുമില്ലെങ്കിൽ എല്ലാവരും അവരുടെ ഭയത്തിൻ്റെ മതിലുകൾ ഭേദിക്കും. അതിലും നല്ലത് ആത്മപ്രേരണ നിലനിർത്തുന്നതാണ്. ഭയം സ്വയം നിർമ്മിതമാണ്. അത് എല്ലാവരിലുമുള്ളതല്ല. എല്ലാവർക്കും എല്ലാറ്റിനെയും ഭയമില്ല. ചിലർക്ക് ആഴം ഭയം, ചിലർക്ക് ഇരുട്ട് ഭയം, മറ്റു ചിലർക്ക് നിശബ്ദതയാകാം, ഒറ്റപ്പെടലാകാം. ഒരു വസ്തുവോ ജീവിയോ അതിനാൽ തന്നെ ഭീതിജനകമല്ല. ഉള്ളിലെ ബോധ്യങ്ങളും മുൻധാരണകളും കൂടി പേടി ജനിപ്പിക്കുന്നതാണ്. പാമ്പിനെ പേടിയില്ലാത്തവരുണ്ട്, പല്ലിയെ പേടിയുള്ളവരുണ്ട്. സ്വയം സൃഷ്ടിക്കുന്ന പേടിയുടെ മായാലോകത്ത് നിന്ന് പുറത്തു കടക്കാത്തവരെല്ലാം സ്വന്തം മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയേയുള്ളൂ.